മൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ഷെയറാണ് സിമെന്റ് സെഗ്മെന്റിലെ ഒരു പ്രധാന കമ്പനി. പ്രത്യേകിച്ച് നമ്മുടെ കേരള കമ്മ്യൂണിറ്റിക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ബ്രാൻഡാണ് ഞാൻ പറയുന്നത്. കാരണം അതിന്റെ പ്രസൻസ് സൗത്ത് ഇന്ത്യയിൽ പൊതുവെ കമ്മിയാണ് എന്നതാണ് സത്യം. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ. സിമെന്റ് കാറ്റഗറിയിൽ ഷെയർസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 കമ്പനികളെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. വൺ ഈസ് അൾട്രാടെക് സിമെന്റ്, ദി അതർ വൺ ഈസ് അംബുജ സിമെന്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ശ്രീ സിമെന്റ്. പക്ഷെ നമ്മൾ ഏതാനും കമ്പനികളെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള സിമെന്റ് കമ്പനികളുടെ ലിസ്റ്റിൽ ഹയസ്റ്റ് ഷെയർ വാല്യൂ ഉള്ള കമ്പനിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് ശ്രീ സിമെന്റ്. ശ്രീ സിമെന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത്ര പ്രാധാന്യമുള്ളതായി നമുക്ക് തോന്നുന്നത് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 86,000 കോടിയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ. അതേ അവസരത്തിൽ ഇന്ത്യയിലെ സിമെന്റ് കമ്പനികളിലെ ഫ്രണ്ട് റണ്ണറായി നമ്മൾ അറിയപ്പെടുന്നത് അൾട്രാടെക് സിമെന്റ് എന്ന കമ്പനിയാണ്. ഏകദേശം 3,25,00,000 അൾട്രാടെക് എന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിൻ്റെ നേർ താഴെ സെക്കൻഡ് മോസ്റ്റ് ബിഗ്ഗസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് അംബുജ സിമെന്റ് ആണ്. 1,56,000 കോടിയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായി വരുന്ന കമ്പനിയാണ് ശ്രീ സിമെന്റ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 86,000 കോടിയാണ്. സോ ഈ മൂന്നാമത് വരുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അൾട്രാടെക്സ് എന്ന കമ്പനിയുടെ പ്രൈസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/3 മാത്രമാണ് ഈ കമ്പനിയുടെ പ്രൈസ് വരുന്നത്. അതേ അവസരത്തിൽ അതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാടെക് കമ്പനിയുടെ പ്രൈസിൻ്റെ 3 ഇരട്ടിയാണ് ശ്രീ സിമെന്റിന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പരിഗണിക്കാവുന്ന ഒരു കമ്പനിയും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബൈയിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണോ എന്നതാണ് ഇന്നത്തെ യഥാർത്ഥ വിഷയം. നിങ്ങൾക്കറിയാം, ഈ കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 30,000 ഓർ എബവ് 30,000 വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എബവ് 30,000 വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ചോദ്യം, ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 23,000 ആണ്. സോ is this price band, is it a good range to buy or should I wait for some time more? ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, വലിയ പ്രൈസ് ഷെയർ വാല്യൂ വരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ഈ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് പരിഗണിക്കാവുന്ന ഒരു കമ്പനിയാണ് ശ്രീ സിമെന്റ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടിയ വില നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മാർക്കറ്റ് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 50% താഴെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഈ കമ്പനിയെ പരിഗണിക്കുമ്പോൾ ഏത് നിലവാരത്തിൽ നമുക്ക് ഇതിനെ വാങ്ങാൻ പരിഗണിക്കാമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലഭിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്
ബിലോ 23,000 തന്നെയാണ്. റെഗുലറായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വാങ്ങുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന റേഞ്ചാണ് ബിലോ 23,000. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫസ്റ്റ് റേഞ്ചായ ബിലോ 23,000 നിങ്ങൾ ഈ കമ്പനിയെ വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓപ്പർച്യൂണിറ്റി യു ഹാവ്? നമ്മൾ റിസ്ക് ബെയർ ചെയ്യുന്നുണ്ടോ, അതോ വീണ്ടും അത് ഒരു 30,000 തിരിച്ചു പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പോസിറ്റീവ് സിഗ്നലിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പോസിറ്റീവ് റേഞ്ചിലേക്ക് കടക്കാത്ത ഒരവസ്ഥയിൽ ഈ കമ്പനിയെ നമ്മൾ എങ്ങനെ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ ഒരു സേഫ് സോൺ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ പറയുന്ന ഒരു റേഞ്ചിന് സെക്കൻഡ് റേഞ്ച് ഓഫ് ബിലോ 18,000. നമ്മൾ പലപ്പോഴും ഒരു കമ്പനിയെ 1, 2, 3 ബൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കമ്പനിയുടെ ഷെയർസ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു ഇൻഫർമേഷൻ ടു ബൈ ദിസ് ഷെയർസ് below 23,000. Instead, you wait for some time, and if the company's price goes below 18,000, then you try to get in. അതേ അവസരത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയെ ഈവൺ 18,000 വാങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഗിവ്സ് ദ ഇൻഡിക്കേഷൻ ടു ബൈ ദിസ്. ലൈക്ക് വാട്ട്? ACC സിമെന്റിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, അതുപോലെ തന്നെ ധാരാളം ബ്രാൻഡുകൾ, ഇന്ത്യയിലെ മേജർ ബ്രാൻഡുകൾ പലതും എത്രയോ പ്രൈസ് എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴോട്ട് വരുംതോറും ലോവർ പ്രൈസിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് പ്രൈസ് വിൽ നോട്ട് കം ടു യുവർ ഡോർ ആൾവേസ്. യു ഹാവ് ടു ക്യാച്ച് ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു 18,000 എന്ന് പറയുന്നത് it's a fair valuation, and I'm not sure whether this price will be available in the near future. For me, it is already in front of my door and will try to accumulate. പക്ഷേ കൂടിയ പ്രൈസ് ആയതുകൊണ്ട്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you can get this price in the middle range. ഈ കമ്പനികൾ എന്ന് പറയുന്നത്, ഇതിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലാണ്, ജാർഖണ്ഡ്, ഇത്തരം ഭാഗങ്ങളിലാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതലുള്ളത്. വളരെ റീസെന്റ് ആയിട്ട് ഈവൻ ബാംഗ്ലൂർ പോലും ഇവരുടെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു പോയിന്റ്. അതുപോലെ തന്നെ ശ്രീ സിമെന്റിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൈസിൽ വരുന്ന ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് തന്നെയാണ് ഈ കമ്പനിയെ നമുക്ക് പരിഗണിക്കാൻ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം. ഒരു കമ്പനി നല്ലതാണ് എന്ന് പറയണമെങ്കിൽ 2-3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഒന്ന് മാർക്കറ്റ് ഡിമാൻഡ്, മറ്റൊന്ന് മാനേജ്മെന്റ് ക്വാളിറ്റി, മൂന്നാമത് വരുന്ന ഫാക്ടറാണ് പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ക്വാളിറ്റിയും മാർക്കറ്റ് ഡിമാൻഡും പാരലായി സഞ്ചരിക്കുമ്പോൾ അതിനെല്ലാം എക്സീഡ് ചെയ്തുകൊണ്ട് ഡബിൾ സ്പീഡിലാണ് ഇത്തരം കമ്പനികളുടെ ഷെയർ വാല്യൂ മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പ്രൈസ് റേഞ്ചിൽ ഈ കമ്പനിയെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം വളരെ താഴ്ന്ന, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് ഇത്തരം കമ്പനികളുടെ പ്രൈസ് ഒരിക്കലും വരില്ല, അൺലെസ് ദർ ഇസ് എ കേസ് രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ദം.
പക്ഷെ നല്ല മാനേജ്മെന്റ് ആയിരിക്കുമ്പോൾ, നല്ല റവന്യൂ ഹിസ്റ്ററി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നല്ല മാർക്കറ്റ് പൊട്ടൻഷ്യൽ നിലനിൽക്കുമ്പോൾ ഇത്തരം കമ്പനികളുടെ വില നിലവാരം ഒരു ബിലോ ആവറേജിൽ വരുന്ന സമയത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ പ്രൈസ് വരും നാളുകളിൽ ഈവൻ 30,000 എക്സീഡ് ചെയ്തുകൊണ്ട് ഇറ്റ് ക്യാൻ ഗോ ഈവൻ അബവ് 40,000. വി നെവർ നോ, ബിക്കോസ് വാല്യുവേഷൻ സ്പീക്സ് ബെറ്റർ ദാൻ അസ്. അതുപോലെ മറ്റു പല ഘടകങ്ങൾ നോക്കുമ്പോൾ കടമില്ലാത്ത കമ്പനിയാണ്. അതുപോലെ ഇന്ത്യയിൽ ധാരാളം പ്രൊജക്റ്റുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സോ അത്തരം ടേൺ കീ പ്രൊജക്റ്റുകളുടെ ഒരു ഭാഗമായി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇക്വിറ്റി ഇന്ത്യ ആൻഡ് റിസർച്ച് എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ഈ കമ്പനിയെ ബൈങ് ഏരിയയിലേക്ക് തിരഞ്ഞെടുക്കുകയും ഈ കമ്പനിയുടെ ഷെയർസ് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് വാസ്തവം. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് ശ്രീ സിമെന്റ് എന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സേഫ് സോൺ എന്നായി നമ്മൾ കാണിച്ചു തരുന്നത് ദ പ്രൈസ് ബിലോ 18,000. So hope you understood the information we shared, and I hope you liked it. We'll share some new informations soon. Thank you very much.